സ്വാസ്ഥ്യം യോഗയിലൂടെ പരമ്പര. അവതരണം സയ്യിദ് അഹമ്മദ് ജാഫർ സാദിഖ് SV, യോഗ ഇൻസ്ട്രക്ടർ, ആയുഷ് ഹോസ്പിറ്റൽ, കവരത്തി. പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. എൻ്റെ പേര് സാദിഖ്, യോഗ ഇൻസ്ട്രക്ടർ, നാട് അന്ത്രൂത്താണ്. ഞാനിപ്പോൾ വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്നത് ആയുഷ് TD ഹോസ്പിറ്റൽ കവരത്തിയിലാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ അർദ്ധചക്രാസന എങ്ങനെയാണ് ചെയ്യുന്നത്, അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് കുറച്ച് വിവരങ്ങൾ തരാം. അർദ്ധചക്രാസനം ഒരു ലളിതമായ പിന്നിലേക്ക് വളയുന്ന ബാക്ക്വേർഡ് ബെൻഡിങ് ആസനമാണ്. ഇതിനെ മെയിൻ ഗുണങ്ങളെന്ന് പറയുന്നത് നെഞ്ച് വികസിപ്പിക്കാനും നെട്ടലിൻ്റെ വഴക്കം, നമ്മളെ നെട്ടലിന് സ്പൈനിന് വഴക്കം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഒരു ആസനം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. പിന്നെ ഇത് ചെയ്യേണ്ട വിധം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. ചെയ്യുമ്പോൾ താടാസനത്തിൽ നേരെ നിൽക്കുക. താടാസനം എന്ന് പറയുന്നത് നമ്മൾ രണ്ട് കൈകളും നമ്മുടെ ശരീരത്തിൻ്റെ വശങ്ങളിലോട്ട് ചേർത്ത് വെക്കുക. അതുപോലെ തന്നെ കഴിയുന്നതും കാലുകൾ തമ്മിൽ ചെറിയ അകലം, ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 3 ഇഞ്ച് അകലത്തിൽ, കഴിയുന്നത് ഷോൾഡർ ലെവലെങ്കിലും വെച്ചോ, ഇല്ലെങ്കിൽ ഒരു 2 ഇഞ്ച് ഒരു 3 ഇഞ്ച് അകലെ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. പതുക്കെ ശ്വാസം ഉൾക്കൊണ്ട് നെഞ്ച് ഒന്ന് മുകളിലോട്ട് ഉയർത്തുക. പിന്നെ പതുക്കെ പിന്നിലേക്ക് വളയ്ക്കുക, പതുക്കെ ബാക്കിലോട്ട് വളഞ്ഞു നിൽക്കുക. പിന്നെ മെയിനായിട്ട് 2 കൈകളും നമ്മളെ ബട്ടക്സിൻ്റെ സൈഡിൽ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. പതുക്കെ ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ ബാക്കിലോട്ട് ഒന്ന് ബെൻഡ് ചെയ്യുക. അവിടെ നോർമൽ ബ്രീത്തിങ് കുറച്ചൊരു 10-15 സെക്കൻഡേക്ക് നമ്മൾ ഒന്ന് നോർമൽ ബ്രീത്തിങ് ചെയ്തുകൊണ്ട് നിൽക്കുക. പതുക്കെ ഒരു ശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും നേരെ നിൽക്കുക, ഒന്ന് റിലാക്സ് ചെയ്യുക. ഇങ്ങനെ ഒരു 3 തവണയെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ, നെറ്റലിൻ്റെ വഴക്കം നമുക്ക് വർദ്ധിപ്പിച്ചു തരുന്നു. പിന്നെ നമ്മളെ നെഞ്ചിനെയും നമ്മളെ ശ്വാസകോശത്തെയും കൊണ്ട് വികസിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ തോളുകൾ, ഷോൾഡർ, പിന്നെ അതുപോലെ പുറം ഭാഗങ്ങൾ, ബാക്കിലുള്ള പേശികളെ, അതിനെയൊക്കെ ശക്തിപ്പെടുത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു ആസനം കൂടിയാണ്. പിന്നെ മെയിനായിട്ട് നമ്മളെ ശരീരത്തിന് എന്തെങ്കിലും ഫാൾട്ടി പോസ്റ്റർ ഉണ്ടാകും, ചിലർക്ക് വളവും തിരിവൊക്കെ ഉണ്ടാവും നെട്ടലിന്. ആ നെട്ടലിൻ്റെ വളവുകളൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാൻ, മെച്ചപ്പെടുത്താൻ വേണ്ടി ഏറ്റവും നല്ല ആസനം കൂടിയാണ് ഈ അർദ്ധചക്രാസനം എന്ന് പറയുന്ന ആസനം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: അമിതമായി പിന്നിലേക്ക് വളയരുത്. പിന്നെ കഴുത്തിനോ പുറം വേദനയോ ഉള്ളവർ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യാൻ വേണ്ടി ഈ ആസനം ശ്രമിക്കുക. ഇനി അടുത്ത ദിവസം നമുക്ക് യോഗയിൽ ശലഭാസന എങ്ങനെയാണ് ചെയ്യുക, ശലഭാസനം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങളും എന്നതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് കേൾക്കാം. എന്നെ ഇത്രയും കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്വാസ്ഥ്യം യോഗയിലൂടെ പരമ്പര. അവതരിപ്പിച്ചത് സയ്യിദ് അഹമ്മദ് ജാഫർ സാദിഖ് SV, യോഗ ഇൻസ്ട്രക്ടർ, ആയുഷ് ഹോസ്പിറ്റൽ, കവരത്തി.